ഒരു പിടി പടങ്ങൾ കൊണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് പോവാണ് സൈജു. അപ്പൊ ഇടയിൽ ഒരു വർത്താനം പറയുണ്ടായി, എനിക്ക് വലിയ കണ്ടിന്യൂ ചെയ്യണമെന്ന് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ വായിച്ചിട്ടും ഉണ്ട് അതിനെ പറ്റിയിട്ട്. അതെന്തുകൊണ്ടായിരുന്നു? സിനിമയിൽ വരാൻ ഇഷ്ടമുണ്ടായിട്ട് വന്നതല്ലേ? അല്ല, സിനിമയിൽ വരാൻ ഇഷ്ടമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇഷ്ടമില്ലായിരുന്നു വെച്ചാൽ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. സിനിമ വരാൻ പറ്റുമെന്നും നമ്മൾ ഒരിക്കലും ആലോചിക്കുന്നില്ല. ഞാൻ വളർന്നതൊക്കെ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പം നാഗ്പൂരിൽ നിന്ന് മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മുംബൈ ആണ് ഓർമ്മ വരുന്നത്. പക്ഷേ ഈ നാഗ്പൂറും മുംബൈ എന്ന് പറഞ്ഞ രണ്ട് എക്സ്ട്രീം സ്ഥലത്താണ്. അതായത് നമുക്ക് നാഗ്പൂരിൽ നിന്ന് ബോംബെ എത്തണമെങ്കിൽ നമുക്കൊരു ദിവസം എടുക്കും, അത്രയും ദൂരമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫിലിം ആക്ടേഴ്സിനൊന്നും കണ്ടിട്ടില്ല, സിനിമാക്കാരെയൊന്നും പരിചയമില്ല. സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന്. ഈ 80s പിന്നെ 90s ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും പടങ്ങളാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. ആ പടങ്ങൾ കാണാനാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുന്നത്. പിന്നെ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നപ്പോഴും അച്ഛൻ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. അപ്പോൾ അച്ഛന് ആഗ്രഹം ഞാൻ ഈ 10 to 5 ആ ജോബ് ചെയ്യുക എന്നുള്ളതാണ്. മാസം മാസം ശമ്പളം കിട്ടും, സേഫ് ആണല്ലോ. അപ്പോൾ അങ്ങനെ സർക്കാർ ജോലിയൊന്നും എനിക്ക് കിട്ടില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. എക്സാമൊക്കെ എഴുതി പാസ്സാകാനൊക്കെ പ്രയാസമാണ്. അപ്പം അങ്ങനെ എനിക്ക് കോർപ്പറേറ്റിൽ ജോലി കിട്ടി. അത് നാഗ്പൂരിൽ കിട്ടിയായിരുന്നു, ICICI ബാങ്കിൽ. അതിനുശേഷം ഞാൻ ഇവിടെ വരുന്നു. ഞാൻ ബിർള സൺ ലൈഫിൽ ജോയിൻ ചെയ്യുന്നു, ഇൻഷുറൻസ് കമ്പനിയിൽ. ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ സിനിമയിൽ വരുന്നത്, മയൂഖം സംഭവിക്കുന്നത്. അതൊരു സെയിൽസ് കോളിന് പോയപ്പോഴത്തേക്കും MG ശ്രീകുമാർ സാറിനെ കണ്ടു. അങ്ങനെ അദ്ദേഹമാണ് അഭിനയിക്കുമെന്ന് ചോദിക്കുന്നതും ഞാൻ ഓക്കെ അഭിനയിക്കാമെന്ന് പറയുന്നതും. അപ്പോൾ എൻ്റെ മനസ്സിൽ സിനിമ ചെയ്താലുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് സിനിമ കരിയറാക്കാൻ വേണ്ടിയൊന്നും ആയിരുന്നില്ല. എനിക്ക് സെയിൽസിൽ കുറച്ചുകൂടെ ഗുണം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനന്ന് സിനിമ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് ഞാനൊരു ആക്ടറായാൽ ഇനി എങ്ങാനും ഗ്രഹപ്പഴയ്ക്ക് അല്ലെങ്കിൽ ആരുടെയെങ്കിലും നല്ല കാലത്തിന് പടം ഹിറ്റായാൽ ഞാൻ വളരെ നോൺ ഫേസ് ആകും. അപ്പം കുറച്ചുകൂടെ ഈസി ആയിരിക്കും എനിക്ക് സെയിൽസിൽ. അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഐഡിയ. പക്ഷേ കഷ്ടകാലം കൊണ്ട് പടം ഓടിയില്ല. പക്ഷേ പാട്ടുകൾ ഭയങ്കരമായിട്ട് ഹിറ്റായി പടത്തിൻ്റെ. പിന്നെ പടം പിന്നെ ശ്രദ്ധിക്കപ്പെട്ടു, തിയേറ്ററിൽ ഓടില്ല, TV-ലും ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെ എനിക്ക് സെയിൽസിൽ ഓഫ് കോഴ്സ് എനിക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു ഓഫീസിലേക്ക്, നമ്മളിപ്പോൾ ഒരു കോർപ്പറേറ്റ് ഓഫീസിലേക്ക് എല്ലാം നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചത് കറക്റ്റായിരുന്നു. പക്ഷേ സെയിൽസ് ഭയങ്കര സ്ട്രെസ്സാണ്. പിന്നെ ടെൻഷൻ, പ്രഷർ. അതായത് സാറ്റർഡേ ടാർഗറ്റ് എത്തിക്കുക. എല്ലാ ദിവസവും രാവിലെ ബോസിൻ്റെ മെസ്സേജ് വരും, ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമേ കാണുള്ളൂ. അതായത് മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനിപ്പോൾ എന്താണ് മെസ്സേജ് ചെയ്യേണ്ടത്, റിപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ആലോചന. അങ്ങനെ രാവിലത്തെ നമ്മൾ ആൾക്കാരോട് വീട്ടിലുള്ള ആൾക്കാരോടൊന്ന് നല്ലപോലെ സംസാരിച്ചൊക്കെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അതും നടക്കില്ല. ഈ ടെൻഷനാണ്. ഇനിയിപ്പോൾ ഇങ്ങേർക്ക് എത്രയാണ് ഞാൻ അയച്ചു കൊടുക്കേണ്ടത്, ഇന്ന് ഇത്ര ചെയ്യുമെന്ന്. അപ്പം ഒരു പ്രോസ്പെക്ട്സും കാണില്ല. പക്ഷേ നമ്മൾ ബ്ലൈൻഡ്ലി 10 നമ്പേഴ്സ് ഇന്ന് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കും. പിന്നെ വൈകുന്നേരം നമ്മൾ രാത്രി ലേറ്റായിട്ട് വരുന്നത്, സെയിൽസിലായതുകൊണ്ട് ഈ സെയിൽസ് കഴിഞ്ഞിട്ട് പിന്നെ ഓഫീസ് വർക്ക് കാണും. അങ്ങനെ 9 മണിയൊക്കെ ആവും. അപ്പോൾ ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് പിന്നെ ഞാൻ ഓർത്തപ്പം ചിലപ്പം ദൈവമായിട്ട് എനിക്ക് കാണിച്ചെന്നൊരു സംഭവമായിരിക്കും സിനിമ. എന്നാൽ പിന്നെ അതിൻ്റെ അകത്ത് ട്രൈ ചെയ്താലോ എന്നൊക്കെ ഓർത്ത്. അപ്പോൾ അതിൻ്റെ ഈ മയൂഖം റിലീസ് ആകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ഓഫേഴ്സ് കിട്ടിയായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ എടുത്തില്ല. അത് കാരണം ജോലി വിടേണ്ടി വരും. അപ്പം അമ്മയച്ഛനത് സമ്മതമല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനൊരു തീരുമാനം എടുത്തു. ഓക്കെ ഇനിയിപ്പോൾ കണ്ടിന്യൂ ചെയ്യുക, സിനിമയിലേക്ക് ഇനിയിപ്പം കാല് വീണ്ടും വയ്ക്കാം, സെയിൽസ് കരിയർ മാറ്റാം. പക്ഷെ അപ്പോൾ പിന്നെ എൻ്റെ സിനിമയില്ല. പിന്നെ എല്ലാവരുടെയും ഇങ്ങനെ ചാൻസ് ചോദിച്ചു. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ ജോയി സാറിൻ്റെ പടം ചെയ്തായിരുന്നു. ജോയി സാറിൻ്റെ പടം ചെയ്യുമ്പോൾ ഞാൻ BPL മൊബൈലിലാണ്. അതിനുശേഷം പിന്നെ ഞാൻ ചാൻസ് ചോദിച്ചത് ജയരാജ് സാർ എനിക്ക് അശ്വരുടൻ എന്ന് പറഞ്ഞ സുരേഷ് ഗോപി അഭിനയിച്ച പടത്തിൽ എനിക്കൊരു വേഷം തന്നു. പിന്നെ അവിടുന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് 2 മാസം കൂടുമ്പോൾ ഒരു സിനിമ, അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ ഒരു സിനിമ കിട്ടി. അങ്ങനെ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു. അപ്പോൾ അന്ന് വൈഫ് വർക്കിംഗ് ആയിരുന്നതുകൊണ്ട് ഒരാൾക്ക് ഇൻകം ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കില്ലെങ്കിലും വൈഫിന് ഇൻകം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് അധികം ധൂർത്തായിട്ട് ഞാൻ ചിലവാക്കുന്ന ഒരാളല്ല. ഞാനിപ്പം ഡ്രസ്സിലായാലും ഒക്കെ ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ മേടിക്കാറുള്ളൂ. ഇപ്പോഴാണ് പിന്നെ മേടിച്ചു തുടങ്ങിയത്. ഇപ്പോൾ കംപ്ലൈൻ്റ് ആണ്, ഞാൻ ഒരുപാട് ഡ്രസ്സ് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ. അന്നൊന്നും മേടിക്കില്ലായിരുന്നു, ബാച്ചിലർ ആയിരുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കുറേ കാലം അങ്ങനെ തള്ളിനിപ്പോൾ 8 years ഓഫ് സ്ട്രഗിളാണ്. അപ്പോൾ ആ 8 years ശേഷം ആ 8 years പിന്നെ ട്രിവാൻഡ്രം ലോഡ്ജാണ് 2012 സെപ്റ്റംബർ 21 റിലീസായി. അന്ന് തൊട്ട് പിന്നെ എനിക്ക് നിരന്തരം സിനിമകൾ കിട്ടാൻ തുടങ്ങി. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ആക്ടിംഗ് ഒന്നും അറിയില്ലായിരുന്നു. ഐ വാസ് നോ വേ പ്രിപ്പയർഡ് ടു ഗെറ്റ് ഇൻ ടു മൂവീസ്. ആക്ടിങ്ങിലൊന്നും ഞാൻ
വരാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. സ്കൂളിൽ പഠിക്കുമ്പോഴോ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമില്ല. അല്ലെങ്കിൽ അന്ന് ചിലപ്പോൾ ഞാൻ ഡാൻസൊക്കെ പഠിച്ചു വെച്ചേനെ, കുറച്ച് അത്യാവശ്യം പാടാനൊക്കെ പഠിച്ചു വെച്ചേനെ, സ്റ്റണ്ടൊക്കെ കുറച്ച് പഠിച്ചു വെച്ചേനെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതും ഇല്ലാത്ത കാരണം അപ്പോൾ ഞാൻ സിനിമ വന്നതിന് ശേഷം അച്ഛൻ്റെ അച്ഛനെ സ്റ്റണ്ടൊക്കെ പഠിപ്പിക്കാൻ പറ്റുമായിരുന്നു. ഞാനന്ന് ക്രിക്കറ്റ് ട്രെയിനിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ട് തന്നെ അച്ഛൻ വിട്ടിട്ടില്ല. ക്രിക്കറ്റ് നീ ഇവിടെ വീടിൻ്റെ അടുത്ത് കളിക്കുന്നതൊക്കെ മതി, ബാക്കി പഠിച്ച് നീ ആദ്യം പാസ്സാവും, ഒരു ഡിഗ്രി എടുക്കുക, എന്നിട്ട് പിന്നെ ബാക്കി നമുക്ക് ക്രിക്കറ്റിലേക്ക് പോകണോ നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ. ഒരു മാസം ഒരു 3-4 മൂവി റിലീസ് ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 മൂവി റിലീസ് ആവുന്നുണ്ടെങ്കിൽ അതിൽ 2 പടത്തിൽ എന്തായാലും ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അല്ലേ? അതിനെങ്ങനെയാണ് ഇപ്പോൾ നോക്കി കാണുന്നത്? ആക്ച്വലി റസ്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. ഈ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ മാസവും എൻ്റെ ഒരു പടങ്ങൾ റിലീസായ സമയമൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ സിനിമകൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ വർഷം എൻ്റെ 3 പടമേ റിലീസായിട്ടുള്ളൂ. ഇനി എത്ര പടം റിലീസാവുമെന്ന് എനിക്കറിയില്ല. സെപ്റ്റംബറിൽ ഇപ്പം എൻ്റെ ബാലം വക്കീൽ റിലീസായി, ഞാൻ അഭിനയിച്ച പടം. പിന്നെ കൽക്കിയായി, പിന്നെ ജനമൈത്രിയായി. ഈ 3 കൂടെ റിലീസായിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു തോന്നൽ ആൾക്കാർക്ക് ഉണ്ട് ഞാൻ എല്ലാ പടത്തിലും ഉണ്ടെന്നുള്ളത്. പക്ഷെ അതൊരു പ്ലസ് ആണ്. അതെനിക്ക് തോന്നുന്നത് ദൈവമായിട്ട് എനിക്ക് എന്താണ് ഇവരെ കൊണ്ടൊക്കെ ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, ദിസ് ഗൈ ഈസ് എ ബിസി ഗൈ. സോ ഐ ഓൾസോ ഫീൽ ഗുഡ് വെൻ ഐ ഹിയർ ദാറ്റ് ഓക്കെ ദിസ് ഗൈ ഈസ് ബിസി ഗൈ. അപ്പം ചിലരൊക്കെ വിളിച്ചിട്ട് നീ ഇപ്പോൾ എല്ലാ പടത്തിലും ഉണ്ടല്ലോ, അപ്പം നിന്നെ വിളിച്ച് ചിലപ്പോൾ കിട്ടൂലായിരിക്കും അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാനത് ഇത് ചെയ്യാനും പോകാറില്ല. അവിടെ ശരി ആയിക്കോട്ടെ. അതൊരു ആക്ടറേറ്റും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു ടൈം അല്ലേ. പിന്നെ ഇതേപോലെ ഇടയ്ക്ക് എന്തൊരു വെച്ചാൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എങ്ങനെയോ എന്തോ പിടിച്ച് ഞാൻ നിൽക്കിയപ്പോഴത്തേക്കും എന്തോ ബിസിനസ് പ്രൊഫൈൽ എന്തോ ആയി. അങ്ങനെ ബ്ലൂ ടിക്ക് മാർക്ക് അല്ല, എൻ്റെ നമ്പർ ആൾക്കാർ കാണാൻ തുടങ്ങി. എനിക്കറിയില്ല അത് എങ്ങനെയാണ് സംഭവിച്ചെന്ന്. അപ്പോൾ തുരുതുര കോള് വരും. അപ്പോൾ ഈ കോള് യു വോണ്ട് ബിലീവ് എന്നെ വിളിച്ചിട്ട് ആൾക്കാർ സഹായമാണ് ചോദിക്കുന്നത്, കടമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ബാംഗ്ലൂരിൽ നിന്നൊരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ ബിസിനസ്സിൽ ഭയങ്കര ലോസ് ഉണ്ടായി. അപ്പം പക്ഷേ ആ സങ്കടത്തോടു കൂടിയൊന്നുമല്ല പറഞ്ഞു. അപ്പോൾ അതെനിക്ക് നമുക്ക് ജെന്യൂൻ ആണോന്നൊന്നും അറിയില്ല. അപ്പം എനിക്ക് ഒരു 5 ലക്ഷം രൂപ കടം തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഞാനങ്ങനെ ഇതാണ് ഒരുപാട് ഇൻകമൊന്നുമില്ല എൻ്റെ, ഇത്രയൊക്കെയാണ് എൻ്റെ ഇൻകം. അപ്പം ഇത്രയും കാശൊന്നും എനിക്ക് തരാൻ പറ്റില്ല, പിന്നെ എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിന് കൊടുക്കാൻ വേണ്ടി ഒരു ലേഡിക്ക് കൊടുത്തു. കേട്ടിട്ട് ഗ്രാൻഡ് മദറിൻ്റെ സൗണ്ട് പോലൊന്നുമില്ല, വളരെ ചെറുപ്പമായ ഒരു സൗണ്ടാണ്. പക്ഷേ എന്നെ മോനെന്നാണ് വിളിക്കുന്നത്, മോനെ സൈജു. അപ്പം എൻ്റെ പേരൊക്കെ കറക്റ്റായിട്ട് വിളിക്കുന്നത് കേട്ട് ഞാൻ അമ്മൂമ്മയാണ് വിളിക്കുന്നത്. അപ്പോൾ അതെനിക്കൊരു സന്തോഷം ഉണ്ടായി. അല്ലെങ്കിൽ ഷൈജു എന്ന് കുറേ പേര് വിളിക്കും. സൈജു എന്ന് കറക്റ്റായിട്ട് വിളിച്ചപ്പോൾ എനിക്ക് ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ ഞാൻ അമ്മൂമ്മയെന്നാണ് അങ്ങോട്ട് സംബോധന ചെയ്യുന്നത്. അമ്മൂമ്മ അപ്പം ഇങ്ങനെ മോൻ പറഞ്ഞു, പക്ഷേ എനിക്കിങ്ങനെ മോനിപ്പോൾ എല്ലാ പടത്തിലും ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല കാശുണ്ടാക്കുന്നുണ്ടല്ലോ, കുറച്ച് നമുക്ക് തന്നാലും തന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പാരയുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ സംഭവം വേണ്ട, ഇത് കുറേ പേര് വിളിക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് മാറ്റാൻ. അപ്പം അങ്ങനെ ഒന്ന് മാറ്റി. ആൾക്കാർ വിചാരിക്കും നമ്മുടെ കയ്യിൽ കുറേ കാശാണ്, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു. ആക്ച്വലി എത്രത്തോളം ബാങ്ക് ബാലൻസ് ഉണ്ട്? ബാങ്ക് ബാലൻസ് വളരെ കുറവാണ്. വീട് മേടിച്ചു, ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു. ഞാൻ എന്താ സംഭവം വെച്ചാൽ ഞാൻ കുറച്ച് കാശുണ്ടാക്കി. ഓക്കെ, അപ്പോൾ സേവിങ്സ് എൻ്റെ ഇത്ര, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, 10 ലക്ഷം രൂപ ആയി, ഞാൻ ലക്ഷപ്രഭുവാണെന്നൊക്കെ ഉള്ളൊരു സാധനം. അപ്പോഴായിരിക്കും അച്ഛൻ, എടാ നീ എന്താണ് ഈ കാശ് വെറുതെ ബാങ്കിലിടാണ്ട് നീ അത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, അച്ഛാ എനിക്ക് ഈ കാശ് അവിടെ ഇങ്ങനെ ഉള്ളത് ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയും. ഇല്ലില്ല അത് ചെയ്യല്ലേ. അപ്പോൾ അങ്ങനെ ഫ്ലാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഫ്ലാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലോൺ എടുത്തു. പിന്നെ വരുന്ന കാശൊക്കെ ഈ ലോൺ അടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വണ്ടി എടുക്കാൻ ഒരു മോഹം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി എടുത്തു. അപ്പോൾ വണ്ടി എടുത്തപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഹോം ലോണും ഉണ്ട്, കാർ ലോണും ഉണ്ട്. അപ്പം ലിക്വിഡിറ്റി സത്യം പറഞ്ഞാൽ ഇല്ല. ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ഒരു വർഷം 1.5 വർഷം എടുക്കുമെന്ന് തോന്നുന്നു ഇതൊക്കെ ഞാനൊന്ന് കയറാൻ. ഇതൊക്കെ എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഇനി കോൾസ് ഒന്നും അധികം ചെയ്യണ്ടെന്നാണ് ചുരുക്കി പറഞ്ഞു വരണേ. കടം ചോദിച്ചാൽ ആരും വരണ്ടെന്നൊക്കെ. അറക്കൽ അബുവിനെ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല സംസാരത്തില്. ആ റോളിനെ എങ്ങനെ മാനേജ് ചെയ്തു? അതൊരു സീരീസും കൂടിയായി അല്ലേ? അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണോ ആട് തുടങ്ങി? അല്ലല്ല, അത് എൻ്റെ വേറൊരു നല്ല സുഹൃത്ത്, പവർഫുൾ ആയിട്ടുള്ളൊരു സുഹൃത്ത് എന്നെ ഹെൽപ്പ് ചെയ്തതാണ്, വിജയ് ബാബു.
വിജയ് ബാബു ഞാൻ ഒരു പ്രാവശ്യം ഞങ്ങൾ അടുത്ത ഫ്ലാറ്റ്സിലാണ് താമസിക്കുന്നത്. അപ്പം അങ്ങനെ മോർണിംഗ് വാക്കിൻ്റെ സമയത്ത് അദ്ദേഹം എന്നെ കാണുകയും ഞാൻ അടുത്ത പടം ഏതാണെന്ന് ചോദിക്കാൻ അപ്പോൾ പറഞ്ഞ ഇങ്ങനെ ഓം ശാന്തി ഓശനയുടെ റൈറ്ററാണ്, ആടൊരു ഭീകരജീവിയാണെന്നാണ് പേര്. അപ്പോൾ ഞാൻ വിജയോട് പറഞ്ഞു, വിജയ് എനിക്ക് പറ്റിയ എന്തെങ്കിലും പരിപാടി ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അതിൻ്റെ അകത്ത് അത്യാവശ്യം ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞാൻ മിഥുനായിട്ട് സംസാരിച്ചിട്ട് മിഥുൻ്റെ നമ്പർ തരാം. അങ്ങനെ ഞാൻ മിഥുനെ വിളിക്കുവാണ്. മിഥുനെ വിളിച്ചപ്പോഴത്തേക്കും മിഥുൻ പറഞ്ഞു, ചേട്ടാ നിങ്ങളെ ഉൾക്കൊള്ളിക്കണമെന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിന് പറ്റിയൊരു ക്യാരക്ടർ ഉണ്ടാകത്തില്ല, എല്ലാവരും ഗ്രാമീണരാണ്, നിങ്ങളെങ്ങനെ ഗ്രാമീണനാക്കി എടുക്കുമെന്നുള്ളത്. ഞാൻ പറഞ്ഞു ഞാൻ ഗ്രാമീണനായിക്കോളാം. ഗ്രാമീണം എന്ന് പറഞ്ഞാൽ ഇനി പർട്ടിക്കുലർ ലുക്ക് വല്ലതും ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. പറഞ്ഞു ചേട്ടാ അത് എന്നാലും അത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് മറ്റേ ഇൻസൈഡ് ചെയ്ത്, ഞാൻ പറഞ്ഞു ഞാൻ ട്രിവാൻഡ്രം ലോഡ്ജിലൊന്നും ഇൻസൈഡ് ചെയ്തൊന്നും അല്ലല്ലോ ചെയ്തിരിക്കുന്നത്, അതിനകത്ത് ഞാനൊരു വളരെ ലോക്കലായിട്ടുള്ളൊരു ആളുടെ ക്യാരക്ടറല്ലേ ചെയ്തിരിക്കുന്നത്. ചേട്ടാ ഞാൻ നോക്കട്ടെ ചേട്ടാ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങളുടെ അടുത്ത പടത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഓക്കെ ലെറ്റ്സ് ലീവ് എന്നാണ്. പക്ഷേ വിജയ് ബാബു കൺവിൻസ്ഡ്, അങ്ങനെയാണ് സംഭവിച്ചത്. അങ്ങനെ മിഥുൻ എന്നെ വിളിച്ചു, ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അറക്കലബു എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്, സോ അത് ചേട്ടൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് അങ്ങനെ ആക്കിയെടുക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് നോക്കാം, ചേട്ടൻ എന്തായാലും താടി മീശയൊക്കെ വളർത്തിക്കോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് അത്യാവശ്യം സമയമുണ്ട് താടി മീശ വളർത്താൻ, ഷൂട്ടൊന്നും അങ്ങനെ കാര്യമായിട്ടങ്ങനെ ഇല്ല. അപ്പോൾ അങ്ങനെ താടി മീശ വളർത്തി ഞാനവിടെ ചെല്ലുന്നു. എന്നെ പിന്നെ റോണക്സും പിന്നെ അതിൻ്റെ കോസ്റ്റ്യൂമറും കൂടെ അറക്കലബുവൊക്കെ എടുത്ത്, പിന്നെ ഇതെങ്ങനെ പോർട്രേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് അറക്കലബുവിനെ പോലത്തെ ഒരു ക്യാരക്ടർ എനിക്കറിയില്ല. ഇപ്പോൾ ട്രിവാൻഡ്രം ലോഡ്ജ് അല്ലെങ്കിൽ ഇപ്പം 1983 ഞാൻ ചെയ്ത പപ്പേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഈ പപ്പേട്ടനെ പോലത്തെ ആൾക്കാരെ എനിക്കറിയാം, അല്ലെങ്കിൽ ഷിബു വള്ളേനെ പോലത്തെ ആൾക്കാരെ എനിക്കറിയാം. അവരുടെ മാനറിസം ചിലപ്പോൾ എനിക്ക് ഓർമ്മ കാണില്ലായിരിക്കും, പക്ഷേ അങ്ങനത്തെ ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർ ഈ സിറ്റുവേഷനിൽ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊക്കെ ഉള്ളൊരു സാധനം നമ്മൾ മനസ്സിലുണ്ട്. പക്ഷേ അറക്കലബു എങ്ങനെയാണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. പിന്നെ അത് എഴുതി വെച്ച പോലെ ഞാനങ്ങ് ആക്ട് ചെയ്തു. അത് ദൈവാധനം കൊണ്ട് അത് വർക്കൗട്ടായി. പക്ഷെ ഒരിക്കലും ഇത് ഞാൻ ആട് ഹിറ്റാവുമെന്ന് കേട്ടോ വിചാരിച്ചത്. 2 പടങ്ങൾ ഹിറ്റാവുമെന്ന് വിചാരിച്ചത് ഓടാത്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് തകർന്നു പോയിരുന്നു. അതുകൊണ്ട് അതിനുശേഷം പിന്നെ ഞാൻ ഒരു സിനിമയിലും അമിത പ്രതീക്ഷ ഞാൻ വയ്ക്കാറില്ല. എന്നാലും ഫെയിലിയേഴ്സ് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ 1-2 ദിവസം നമ്മൾ ഭയങ്കരമായിട്ട് ഇത് ചെയ്യും, ഈ പറഞ്ഞ പോലെ അത്ര ആയില്ലെന്ന്. രണ്ടാമത്തെ പടം കേൾട്ടൻ 10 ആ പടം ഉറപ്പായിട്ടും ഓടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ദാറ്റ് ഓൾസോ ഡിഡ്ന്റ് വർക്ക് ഔട്ട്.